അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു കന്നുകാലി ചന്തയിൽ കന്നുകാലികളും വിൽപ്പനക്കാരായി എത്തിയവരുമുണ്ട്. ചന്തയിലാകെ 128 തലകളും 420 കാലുകളും എണ്ണി തിട്ടപ്പെടുത്തിയെങ്കിൽ അവിടെ എത്ര പശുക്കളുണ്ട്, എത്ര മനുഷ്യരുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിന് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസും കൂടെ ഞാൻ എഴുതാം. ആദ്യം പശുക്കളുടെ എണ്ണം, പിന്നെ മനുഷ്യരുടെ എണ്ണം എന്നുള്ള രീതിയിലാണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ 81 പശു, 47 മനുഷ്യർ, അതൊരു ഓപ്ഷൻ. അടുത്തത് 80 40, അടുത്തത് 90 38, അടുത്തത് 82 46. ഇതാണ് ഓപ്ഷൻസ്. ഓക്കെ, പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ആകെ തലകളുടെ എണ്ണം 128, ആകെ കാലുകളുടെ എണ്ണം 420. ആകെ തലകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മനുഷ്യന്റെ തല പ്ലസ് കന്നുകാലികളുടെ തല. അപ്പൊ ഒരു മനുഷ്യന് എത്ര തല ഉണ്ടാവും? ഒരു തല. ഒരു കന്നുകാലിക്ക് ഒരു തല. അപ്പൊ ആകെ തലകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ആകെ മനുഷ്യരുടെ എണ്ണം പ്ലസ് ആകെ കന്നുകാലികളുടെ എണ്ണത്തിന് തുല്യമാണ്. നമുക്ക് മനുഷ്യരുടെ എണ്ണം x ആയിട്ടും കന്നുകാലികളുടെ എണ്ണം y ആയിട്ടും എടുത്താൽ തലകളുടെ ആകെ എണ്ണം നമുക്ക് x പ്ലസ് y എന്ന് എഴുതാം. കാരണം ഒരു മനുഷ്യന് ഒരു തലയേ ഉള്ളൂ, ഒരു കന്നുകാലിക്ക് ഒരു തലയേ ഉള്ളൂ. അപ്പം ആകെ മനുഷ്യന്റെ എണ്ണവും ആകെ കന്നുകാലികളുടെ എണ്ണവും കൂട്ടിയാൽ ആകെ തലകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ അത് x പ്ലസ് y ആണ്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ആകെ തലകൾ എത്രയാണ്? 128 ആണെന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് അവിടെ വെക്കാം. x പ്ലസ് y ഈക്വൽ ടു 128. ഇനി കാലുകളുടെ കാര്യം. ഇവിടെ നമ്മൾ പറഞ്ഞു മനുഷ്യന് ഒരു തലയേ ഉള്ളൂ, ഒരു കന്നുകാലിക്ക് ഒരു തലയേ ഉള്ളൂ. പക്ഷെ കാലുകളുടെ എണ്ണം വരുന്ന സമയത്ത് ഒരു മനുഷ്യന് 2 കാലുണ്ട്, ഒരു കന്നുകാലിക്ക് 4 കാലുണ്ട്. ഓക്കെ, അപ്പൊ ആകെ കാലുകളുടെ എണ്ണം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മനുഷ്യരുടെ എണ്ണത്തിന്റെ ഇരട്ടി എടുക്കേണ്ടി വരും. ആകെ മനുഷ്യരുടെ എണ്ണം എത്രയാണ്? x ആണെങ്കിൽ അവർക്ക് എത്ര കാലുണ്ടാവും? അതിന്റെ ഇരട്ടി കാലുണ്ടാവും. കാരണം ഒരാൾക്ക് 2 കാല് വെച്ചുണ്ടാവും. അപ്പൊ മനുഷ്യരുടെ കാലിന്റെ എണ്ണം 2x ആണ്. കന്നുകാലികൾക്കാണെങ്കിലോ, കന്നുകാലികളുടെ എണ്ണം നമ്മൾ y ആയിട്ട് എടുത്തു. ഒരു കന്നുകാലിക്ക് 4 കാല് വെച്ചുണ്ടാവും. അപ്പൊ ആകെ കാലിന്റെ എണ്ണം 4y. അപ്പൊ ഇത് 2x പ്ലസ് 4y എന്ന് വരും. എന്ത്? കാലുകളുടെ എണ്ണം. ഓക്കെ, അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അത് 420 ആണെന്ന് തന്നിട്ടുണ്ട്. ആകെ കാലുകളുടെ എണ്ണം 420 ആണെന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എഴുതാം. 2 ഇക്വേഷൻ കിട്ടി. ആദ്യം തലകളുടെ ഇക്വേഷൻ വെച്ചിട്ട് x പ്ലസ് വൈ ഈക്വൽ ടു 128 എന്ന് കിട്ടി. പിന്നെ കാലുകളുടെ എണ്ണം വെച്ചിട്ട് 2x പ്ലസ് 4y ഈക്വൽ ടു 420 എന്ന് കിട്ടി. ഇത് രണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. ഇത് സോൾവ് ചെയ്യാനായിട്ട് ഈ ഇക്വേഷനിൽ എക്സിന് 2 ആണുള്ളത്, 2x ആണുള്ളത്. പക്ഷെ ഇവിടെ എക്സിന് മുന്നേ 1 ആണുള്ളത്. 1x ആണ്, അതുകൊണ്ടാണ് x എന്ന് മാത്രം എഴുതിയത്. അവിടെയും 2x ആക്കണം, അല്ലെങ്കിൽ വൈയുടെ രണ്ടിനെയും 4y ആക്കണം. എന്നാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ എക്സിന്റെ സ്ഥാനത്തുള്ളത് രണ്ടും 2x ആവണം, അല്ലെങ്കിൽ വൈയുടെ സ്ഥാനത്ത് രണ്ടും 4y ആക്കണം. അപ്പൊ നമുക്ക് 2x ആക്കാം. അപ്പൊ എന്ത് ചെയ്യണം? 2x ആക്കണമെങ്കിൽ ഇവിടെ ഒരു 2 വരണം. 2 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം. 2 കൊണ്ട് ഇതിനെ മാത്രമായിട്ട് ഗുണിക്കാൻ പറ്റില്ല. ഇവിടെ ഗുണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഗുണിക്കണം, ഈക്വൽ സൈനിന്റെ അപ്പുറത്തും ഗുണിക്കണം. എന്നാലേ ഇത് മൊത്തത്തിൽ ചേഞ്ച് ഇല്ലാത്തൊരു ഇക്വേഷൻ ആയിട്ട് നിൽക്കൂ. അതായത് നമ്മൾ ഒരു ഇക്വേഷന്റെ ഒരു സൈഡിൽ 2 കൊണ്ട് ഗുണിക്കുന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിലും 2 കൊണ്ട് ഗുണിക്കണം. അതാണ് ഇതിന്റെ ഐഡിയ. ഓക്കെ, അപ്പൊ നമ്മൾ അത് ചെയ്യാൻ പോവാണ്. അതായത് ഇക്വേഷൻ 1നെ നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഗുണിക്കുന്നു. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 2x വരും. എക്സിനെ 2 കൊണ്ട് ഗുണിച്ചു. ഇതാണ് ഇക്വേഷൻ. x പ്ലസ് വൈ ഈക്വൽ ടു 128 ആണ് ഇക്വേഷൻ. അതിന് നമ്മൾ മൊത്തത്തിൽ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? ഇവിടെ x 2x ആയിട്ട് മാറും, പ്ലസ് ഈ y 2y ആയിട്ട് മാറും, ഈക്വൽ ടു ഈ 128 എന്താവും? 128 ഇൻറ്റു 2 286 ആയിട്ട് മാറും. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെയും 2x കിട്ടി. നേരത്തെ ഇക്വേഷൻ 2x ആയതുകൊണ്ട് ഇവിടെ നമ്മൾ 2x ആക്കി. അപ്പോൾ അത് അടുത്ത ഇക്വേഷൻ ആയിട്ട് പരിഗണിക്കാം. ഇപ്പൊ 2 ഇക്വേഷൻ, 2x പ്ലസ് 4y ഈക്വൽ ടു 420, 2x പ്ലസ് 2y ഈക്വൽ ടു 286. ഇനി ഇത് സോൾവ് ചെയ്യാനായിട്ട് ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 3 കുറയ്ക്കുന്നു. കുറയ്ക്കുന്ന സമയത്ത് ഇവിടെ 2x ഉണ്ട്, അത് മൈനസ് ഈ 2x വരും കുറയ്ക്കുന്നത് കൊണ്ട്. അപ്പൊ 2x മൈനസ് 2x ഒന്നുമില്ല, അവിടെ 0 വരും. ഇനി വൈയുടെ സ്ഥാനത്താണെങ്കിലോ ഇവിടെ 4y ഉണ്ട്,
ഇവിടെ 2y ഉണ്ട്. 4y മൈനസ് 2y എത്രയാണ്? 2y ആണ്. അപ്പോൾ 0 പ്ലസ് 2y ഈക്വൽ ടു, ഇനി ഇക്വേഷന്റെ അപ്പുറത്ത് ഇവിടെ 420 ഉണ്ട്, ഇവിടെ 156 ഉണ്ട്. 420 മൈനസ് 256 എന്ന് പറഞ്ഞാൽ 164. അപ്പൊ 2y ഈക്വൽ ടു 164 y ഈക്വൽ ടു 82. അതായത് 164/2 ഈക്വൽ ടു 82. അപ്പൊ y നമുക്ക് കിട്ടി. y എന്നാൽ എന്താണ്? y നമ്മൾ എടുത്തത് കന്നുകാലികളുടെ എണ്ണമായിട്ടാണ്. അപ്പൊ കന്നുകാലികളുടെ എണ്ണം 82 എന്ന് കിട്ടി. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഓപ്ഷൻ ഡി. അപ്പൊ വേറെ ഒന്നിലും 82 ഇല്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് ഉത്തരമായിട്ട് എടുക്കാം. ഇനി നമുക്ക് ആളുകളുടെ എണ്ണം, മനുഷ്യരുടെ എണ്ണം കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം നമ്മൾ എഴുതിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ തലകളുടെ എണ്ണം വെച്ചിട്ട് എഴുതിയ ഇക്വേഷൻ ആണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 128. അതിൽ y ആണ് നമുക്ക് ഇപ്പൊ എത്ര കിട്ടിയത്? 82 ആയിട്ട് കിട്ടിയത്. അപ്പൊ എക്സ് പ്ലസ് 82 ഈക്വൽ ടു 128 എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു 128 മൈനസ് 82 എന്ന് എഴുതാം. അത് ഈക്വൽ ടു 46 ആണ്. 8ഉം 4ഉം 12, 2ഉം 6ഉം 8, 128 കിട്ടുന്നുണ്ട്. അപ്പോൾ മനുഷ്യരുടെ എണ്ണം 46. അതും ഈ ഓപ്ഷനിൽ കറക്റ്റ് ആണ്. ഇനി അഥവാ ഒരു ഓപ്ഷനിൽ 82, 33 എന്നും ഒരു ഓപ്ഷനിൽ 82, 46 എന്നും ആണെങ്കിൽ നമുക്ക് 82 മാത്രം വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ കേസിൽ ഉത്തരം എങ്ങനെയാണ്? 82 കന്നുകാലികളും 46 മനുഷ്യരും ഉണ്ട്.